ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങയും ഒരല്പം ഏലക്കയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. സ്മൂത്ത് പേസ്റ്റ് ആകണ്ട. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്ത മിക്സ് ചേർത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ചേർത്തിട്ട് കൈയെടുക്കാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഇളക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഈ ഒരു രീതി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അല്പം നെയ്യും വറുത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങായി തേട്ടിപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. ഒരു തവണയും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.